2026 പ്രാരംഭ മാസം നാം ഒരു കുടുംബ സംഗമമായി ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട ആ ആലോചനയ്ക്ക് വരും മുമ്പേ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന ശേഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന എൻ്റെ മെസ്സേജിലേക്ക് ഞാൻ വരാം. എന്നെ ബലപ്പെടുത്തിയൊരു വാക്യം ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിനുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും. മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട്. മുന്തിരിക്കൊല നമുക്കറിയാം, അത് നമ്മൾ കാണുമ്പോൾ ബ്ലാക്ക് ആയിരിക്കാം, റോസ് ആയിരിക്കാം, അത് ഗ്രീൻ ഏതും ആയിക്കൊള്ളട്ടെ. നമ്മൾ ചിന്തിക്കും അത് പുളിയുള്ളതാണോ മധുരമുള്ളതാണോ. മാനുഷികമായി സാധാരണക്കാർ ആ മുന്തിരിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുണ്ട്, കാണുന്നതുണ്ട്, പലതുമുണ്ട്. എന്ന് ഇവിടെ ദൈവം പറയുകയാണ്, എല്ലാവരും കാണുന്നത് പോലെ അല്ല, മറ്റാരും കാണാത്തത് ഞാനതിൽ കാണുന്നു. ആ മുന്തിരിങ്ങയിൽ നിങ്ങളൊരു പക്ഷേ അതിൻ്റെ സ്വീറ്റ്നസ് മധുരമായിരിക്കാം കണ്ടത്, ഒരുപക്ഷെ നിങ്ങളൊരു പുളിയായിരിക്കാം കണ്ടത്, പക്ഷെ മറ്റാരും കാണാത്ത ഒന്ന് ഞാൻ കാണുന്നു. ആ മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞുണ്ട്. ആരും കാണാത്ത ആ പുതുവീഞ്ഞ് കണ്ടിട്ട് തമ്പുരാൻ പറയുന്നു, ഇതിൽ ഒരു അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് അതിനെ നശിപ്പിക്കുവാൻ പാടില്ല. ഇന്ന് പകൽ എൻ്റെ പ്രിയ കൂട്ടുവേലക്കാരെ, എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള എന്നെ ആശ്വസിപ്പിച്ച ദൂത് ഞാൻ പറയട്ടെ. ലോകം നമ്മെ കാണുന്നത് പോലെ അല്ല. മറ്റാരും കാണാത്തത്, എൻ്റെ പിതാവ് എന്നിൽ കാണാത്തത്, എൻ്റെ മാതാവ് എന്നിൽ കാണാത്തത്, എൻ്റെ കൊളീജൻ സഹപ്രവർത്തകർ എന്നിൽ കാണാത്തത്, എൻ്റെ മേലധികാരികൾ എന്നിൽ കാണാത്തത്, പലതും എന്നിൽ ദൈവം കണ്ടു. ദൈവം നിങ്ങളിൽ കണ്ടു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ ദൈവം പലരും കാണാത്ത ഒരു നന്മ, ഒരു താലന്ത്, ഒരു പുതുവീഞ്ഞ്, ഒരു ശക്തി എന്നിലുണ്ട് എന്നുള്ള ആ ദൈവം എന്നെ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഈ പുതുവർഷത്തിൽ ഈ അധികാരത്തോടെ എനിക്കിവിടെ നിൽക്കുവാനിടയാകുന്നത്. എൻ്റെ പ്രിയരെ, ആരും കാണാത്ത ഒരു നന്മ, ആരും കാണാത്ത ഒരു അനുഗ്രഹം, ആർക്കും മനസ്സിലാകാത്ത ഒന്ന് നമ്മിൽ ഉണ്ട് എന്ന് ദൈവം കണ്ടു. അതുകൊണ്ടാണ് ഇന്ന് അവിടെ ആയിരിക്കുന്നത്. ഞാൻ പോകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന ആശയത്തിന് ഞാൻ ഒരു വേദഭാഗം വായിക്കാൻ പോവുകയാണ്. ആ വേദഭാഗം നമുക്ക് എല്ലാവർക്കും പരിചിതവും, ഇതുപോലുള്ള മിനിസ്റ്റർ സെമിനാറുകളിൽ ധാരാളം പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു വേദഭാഗം തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായി ഞാൻ വേഗത്തിൽ പങ്കുവെക്കാം. ആ വേദഭാഗം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ എൻ്റെ ധ്യാനത്തിന് ഞാൻ അടിസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. നമുക്ക് പരിചിതമാണ്. ആരെയും വായിക്കൽ ഞാൻ തന്നെ വായിക്കാം. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് പറയുവാൻ, ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഈ പരിശുദ്ധ വചനത്തിനായിട്ട് ഒന്ന് സ്തോത്രം പറയാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വേദഭാഗത്തിൽ തിരുസഭയുടെ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളൊക്കെ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, എന്നെ വിളിക്കുന്ന വലിയ തിയോളജിയൻസ്, വേദപണ്ഡിതന്മാർ എൻ്റെ മുമ്പിലൊക്കെ ഇരിപ്പുണ്ട്. എന്നാൽ ഇതിൻ്റെ കേന്ദ്ര വിഷയം, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കട്ടെ,
ഇന്ന് നമ്മുടെ രക്ഷകനായ മശീഹ തമ്പുരാൻ ക്രിസ്തു യേശുവിൻ്റെ പ്രധാന ജോലി എന്താ? യേശു കർത്താവിൻ്റെ ജോലി എന്താ? ഇന്നത്തെ ജോലി, അവിടുത്തെ ദൗത്യം എന്താണ്? അല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഇന്നത്തെ പ്രധാന ജോലി എന്താണ്? എന്താണ് അവിടുത്തെ ദൗത്യം? അല്ല, ശുശ്രൂഷകന്മാരായ നമ്മുടെ പ്രധാന ജോലി എന്താണ്? പ്രധാന ദൗത്യം എന്താണ്? നാം ചിന്തിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തുവിന് ഇന്ന് ദൗത്യം മധ്യസ്ഥ അണയ്ക്കുന്നു, കൂടുതൽ പലതും ഉണ്ടെങ്കിലും പ്രധാനമായ ദൗത്യം യേശു ചെയ്യുന്നത് സഭയെ പണിയുന്നു. ശരിയല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന ദൗത്യം സഭയെ ഒരുക്കുന്നു. ശുശ്രൂഷകന്മാരുടെ പ്രധാനപ്പെട്ട ദൗത്യം സഭയെ ശുശ്രൂഷിക്കുന്നു. ഇതിനെല്ലാം കേന്ദ്ര വിഷയം തിരുസഭ. സഭ, മശീഹ തമ്പുരാൻ സഭയെ പണിയുന്നു, പരിശുദ്ധ റൂഹ സഭയെ ഒരുക്കുന്നു. അവരാ നിയമിക്കപ്പെട്ട ശുശ്രൂഷകന്മാരായ നാം ഈ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാം. ഈ വേദഭാഗം നിങ്ങളൊന്ന് നോക്കിയാൽ സാഹചര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും അതിൻ്റെ പശ്ചാത്തലങ്ങൾ സംഭവങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ പരിമിതമായ നിമിഷങ്ങൾ ഞാൻ വ്യാഖ്യാനം തിരിയാത്തത്. നോക്കുക, യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, എന്നെക്കുറിച്ച് നാട്ടുകാരെന്താ പറയുന്നത്? അവർ പലതും പറഞ്ഞു. യോഹന്നാനാണെന്നോ രമ്യാവാണെന്നോ വരും. നിങ്ങളെന്തോ പറയുന്നു? ഉടൻ പത്രോസ് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവത്രേ. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ മറുപടി, ശീമോനെ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല, സ്വർഗ്ഗ താക്കോൽ ഞാൻ നിനക്ക് തരും. നിങ്ങൾ നോക്കണമേ, ഇവിടെ കേന്ദ്ര വിഷയ സഭയായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ആ സഭയെക്കുറിച്ച് കർത്താവ്, നമുക്കറിയാം പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് സഭ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇവിടെയാണല്ലോ. പോട്ടെ, ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഈ വെളിപ്പാട്, സഭ എന്ന ആ വെളിപ്പാട് ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ ഇവിടെ ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്കുകയും, പത്രോസിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞാൻ ആരാണ്? തൻ്റെ പുകഴ്ച കേൾക്കാനൊന്നും അല്ലല്ലോ യേശു പറഞ്ഞത്, അതിന് പിന്നെ ദൗത്യമുണ്ട്, ഈ പ്രധാന വെളിപ്പാട് കൈമാറാനാണ്. അവർ പറഞ്ഞ മറുപടി തൃപ്തനാകാതെ, അല്ല തൃപ്തി നടിക്കാതെ അവിടുന്ന് ചോദിച്ചു, നിങ്ങളെന്ത് പറയുന്നു? മറുപടി നമുക്കറിയാം, പത്രോസിൻ്റെ മറുപടി. അതിന് യേശുവിൻ്റെ മറുപടിയാണ്, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അതായത് പിതാവായ ദൈവത്തിങ്കൽ നിന്ന് ഒരു വെളിപ്പാട് പത്രോസ് പ്രാപിച്ചു. അത് ക്രിസ്തുവിനെ കുറിച്ച് പിന്നാലെ വിശദീകരിക്കാം. പിതാവായ ദൈവത്തിങ്കൽ നിന്ന് ഒരു വെളിപ്പാട് പ്രാപിച്ച ഈ ദൈവ മനുഷ്യന് പുത്രനായ ദൈവം രണ്ട് വെളിപ്പാട് കൊടുത്തു. പിതാവായ ദൈവത്തിങ്കൽ നിന്ന് ഒരു വെളിപ്പാട് പ്രാപിച്ച ഈ ദൈവപുരുഷന് പുത്രനാം തമ്പുരാൻ രണ്ട് വെളിപ്പാട്. ഒന്നാമത്തെ വെളിപ്പാട്, നീ ആര്, ഞാൻ ആര്, നീ പത്രോസ് ആകുന്നു, നാം ആരാണെന്നുള്ളൊരു വെളിപ്പാട്. രണ്ട്, സഭ, തിരുസഭയെ കുറിച്ചൊരു വെളിപ്പാട്. ആ സഭയെക്കുറിച്ച് തന്നെ രണ്ട് തരത്തിൽ വെളിപ്പാടാണ്. ഒന്ന്, ഇത് പണിയുന്നതാര്, ഞാൻ പണിയുന്ന സഭ. രണ്ട്, ഇത് പരാജയപ്പെട്ട സഭയല്ല, ഇത് ജയിക്കുന്ന സഭയാണ്. ഒരു ശക്തിക്കും ഒരു പാതാള ശക്തി കീഴ്പ്പെടുത്താൻ പറ്റാത്ത ജയാളിയായ സഭ. ഈ വെളിപ്പാടാണ്, ഈ രണ്ട് വെളിപ്പാടാണ് പത്രോസ് പുത്രൻ തമ്പുരാൻ എന്ന് പ്രാപിക്കുന്നത്. പുത്രനിൽ നിന്ന് ഈ വെളിപ്പാട് സ്വീകരിച്ചപ്പോഴാണ് തമ്പുരാൻ താക്കോൽ അധികാര കൈമാറ്റം നടക്കുന്നത്. ഒരു അധികാര കൈമാറ്റം വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട്, പുത്രനിൽ നിന്ന് തന്നെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും ഒരു വെളിപ്പാട് പ്രാപിച്ചപ്പോൾ ഇതാ ഒരു അധികാര കൈമാറ്റം നടക്കുകയാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ദൈവ സഭയ്ക്ക് വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവ സഭയ്ക്ക് വേണ്ടി. സഭ എന്താണ്? സഭ, ഞാനതിൻ്റെ മറ്റ് വേദശാസ്ത്രമായ സഭയുടെ വ്യാഖ്യാനങ്ങൾക്കൊന്നുമല്ല പോകുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം, നമ്മൾ പഠിക്കുന്നതാണ്. പുത്രൻ പണിയുന്ന പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത ജയിക്കുന്ന സഭ. അതെ, ദി ചർച്ച് ഈസ് എ മൂവിങ് എന്റർപ്രൈസ്. ഇതൊരു ചലിക്കുന്ന സ്ഥാപനമാണ്, ജീവിക്കുന്ന സ്ഥാപനം, വളരുന്ന സ്ഥാപനം, ചലിക്കുന്ന ഒരു സ്ഥാപനം, ദൈവത്താൽ പണിയപ്പെടുന്ന ഒരു സ്ഥാപനം. ഇവിടെ പറയുന്നു കർത്താവാണ് സഭ പണിയുന്നത്. എന്നാൽ
അതിന് ഒരു മനുഷ്യൻ വേണം. നമ്മെ ദൈവദാസന്മാരെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണമേ. സഭ കർത്താവ് പണിയുന്നത്, ഇത് ചലിക്കുന്നതാണ്, ജീവനുള്ളതാണ്, ഇതിന് അധികാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിന് ഒരു ദൈവമനുഷ്യൻ വേണം. ഒരു ദേശത്ത് ഒരു സഭ പണിയണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, പരിശുദ്ധ വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വേല, ഒരു സഭ, അതിന് ഒരു അഭിഷിക്തൻ, അവനെ കേന്ദ്രീകരിച്ചിട്ടാണ്. നമുക്ക് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ലോക്കൽ സഭയും അവന് കമ്മിറ്റിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഒന്നും നിഷേധിക്കുകയല്ല. പക്ഷെ ദൈവം കേന്ദ്രീകരിക്കും തൻ്റെ സഭ, അതിനുവേണ്ടി ഒരഭിഷിക്തൻ. ദൈവം നമ്മുടെ ദേശത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ദേശത്ത് ദൈവം തൻ്റെ സഭ പണിയുവാൻ നോക്കുന്നത് ഒരു കൂട്ടത്തെയല്ല, അവിടെ താൻ നിയമിച്ച ഒരു ദൈവ മനുഷ്യനിലാണ്. നമ്മയാണ് സ്വർഗം നോക്കുന്നത്. അതിന് നിയമിക്കപ്പെട്ട നാം സഭ പണിയാൻ തയ്യാറാകുമ്പോൾ നമുക്ക് പലപ്പോഴും പരാജയങ്ങൾ മുമ്പിൽ കടന്നു വരുമ്പോൾ പലമാതിരി പരിദേവനങ്ങൾ അന്തരംഗത്തിൽ ഉയർന്ന് പറയാറുണ്ട്. അയ്യോ, ഇവിടെ ഒന്നും നടക്കില്ല, എന്താ ദൈവദാസനെ ഒരു മുന്നേറ്റമില്ലാത്തത് ചോദിക്കുമ്പോൾ പല പ്രശ്നങ്ങളാണ്. ഒന്നെങ്കിൽ പറയും സാത്താന്യ ശക്തികൾ ഇവിടെ വളരെ ശക്തമാണ്, അതുകൊണ്ട് സഭ പണിയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ പറയും ഇവിടെ ആകെ പ്രശ്നമാണ്, പീഡനമാണ്, ഒരു വചനം പ്രസംഗിക്കാൻ പറ്റില്ല, ഒരു വീട് കയറാൻ പറ്റില്ല, വളരെ പ്രോസിക്യൂഷനാണ്, പീഡയുടെ അനുഭവമാണ്, ഇവിടെ വേല നടക്കില്ല. മറ്റൊരു പറയും എൻ്റെ ദൈവദാസന് എന്ത് ചെയ്യാനാ, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, സാമ്പത്തികമായ പരിമിതികളുണ്ട്, സഭ വളരുന്നില്ല. ഒരുപക്ഷെ പറയും ഇവിടുത്തെ ജനം വളരെ ഹാർഡാണ്, ഇത് വളരെ ജനം ഒട്ടും സ്വീകരിക്കുന്നവരല്ല, ഇവിടുത്തെ ജനത്തെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് വരണ്ട സ്ഥലമാണ്, മരുഭൂമിയാണ്, നടക്കില്ല. മറ്റു ചിലപ്പോൾ നമ്മൾ പലരും പറയുന്ന പോലെ ചെയ്യണമെന്നുണ്ട് ആഗ്രഹമുണ്ട് പാസ്റ്ററെ, പക്ഷേ ആര് പ്രോത്സാഹിപ്പിക്കാനാ, ആര് സഹായിക്കാനാ, ആരും എല്ലാവരും അടിച്ചിരുത്തുക, ആരും പ്രോത്സാഹനമില്ല. ഇതൊക്കെ ശരിയാകാം. പാതാള ശക്തികൾ ദൈവസഭയ്ക്കെതിരെ വരാം, പീഡകൾ ദൈവസഭയ്ക്കെതിരെ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വരാം, മരുഭൂ സമാനമായ വരൾച്ച കടന്നു വരാം. അതുപോലെ തന്നെ ഒരു പ്രോത്സാഹനവും ഒന്നും നമുക്ക് ലഭിച്ചില്ലെന്നും വരാം. എന്നാൽ ഇതൊന്നും കൊണ്ടും തളരുന്നതല്ല. മശിഹാ തമ്പുരാൻ പണിയുന്ന തന്റെ സഭ, ആ സഭ പാതാള ശക്തികളെതിരാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു അത് നിന്നെ ജയിക്കയില്ല എന്ന്. സാമ്പത്തികമാണ് തടസ്സമെങ്കിൽ സ്വർഗം പറയുന്നു എന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലെന്ന്. പീഡയാണ് നിനക്ക് തടസ്സമെങ്കിൽ ആദിമ നൂറ്റാണ്ടിലെ പീഡ ഒരു കാലത്തും ഇപ്പോൾ നാം അനുഭവിക്കുന്നില്ല. അവിടെയും സഭ ശക്തമായി വളർന്നെങ്കിൽ ഒരു പ്രോത്സാഹനവും ആരും തന്നില്ലെങ്കിലും പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് അവന്റെ സാന്നിധ്യവും പ്രോത്സാഹനവും നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് സഭ പണിയുന്നില്ല, സഭ വളരുന്നില്ല എന്ന് പറയുന്നത് ഇതൊന്നും ഒരു കാരണമല്ല. അപ്പോൾ പിന്നെ എന്താണ് സഭ വളരാതിരിക്കുന്നത്? അതിനെന്താ വേണ്ടത്? സഭ വളരണം. ഞാൻ പറഞ്ഞതുപോലെ അതിനൊരു ദൈവ മനുഷ്യനാണ് വേണ്ടത്. ഞാൻ ഇങ്ങനൊരു കോട്ട് എവിടെ വായിച്ചിട്ടുണ്ട്. ദി ഗ്രേറ്റസ്റ്റ് പോസിബിലിറ്റി ഓഫ് മാൻ ഈസ് become a man of God. The greatest knowledge is the study of word of God. The greatest achievement is obey the word of God. The greatest possibility of man, മനുഷ്യന് ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ is become a man of God. ദൈവ മനുഷ്യനായി തീരുക, അതാണ് ഏറ്റവും വലിയ സാധ്യത. നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധ്യതയുണ്ട്. ദൈവ മനുഷ്യനായി തീരാൻ പറ്റും. ഏറ്റവും വലിയ ജ്ഞാനം, the greatest knowledge is the study of Bible. ദൈവത്തിന്റെ വചന പഠനമാണ് ഏറ്റവും വലിയ വിജ്ഞാനം. മാത്രമല്ല ഏറ്റവും വലിയ നേട്ടം, the greatest achievement is obey the word of God. ദൈവത്തിന്റെ വചനം അനുസരിക്കുക.
ഞാൻ പറഞ്ഞു വന്നത് ആമേൻ, ഉന്നതമായ സാധ്യതകളുള്ള, ഉന്നതമായ ജ്ഞാനം പ്രാപിച്ച, ഉന്നത നേട്ടം കൈവരിച്ച ഒരു ദൈവ പുരുഷൻ, ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഒരു ദേശത്ത് ദൈവസഭ പണിയുവാൻ ഒരു ദൈവ മനുഷ്യൻ ആവശ്യമുണ്ട്. അവൻ എന്തു വേണം? ഈ പറഞ്ഞത് എല്ലാം പ്രതികൂലമായാലും, എല്ലാ സാധ്യതകളടഞ്ഞാലും അവൻ അത്യാവശ്യം വേണ്ടത് ചില ദർശനമാണ്, ചില വെളിപ്പാടുകളാണ്. ഉന്നതമായ ചില കാഴ്ചപ്പാടുകൾ അവനുണ്ടായിരിക്കണം. ഇവിടെ ഞാൻ സമയം ലഭ്യമാകുന്നെങ്കിൽ ഒടുവിൽ ഞാൻ പത്രോസിൻ്റെ ദർശനം പറയാൻ ഞാൻ സമയമെടുക്കാം. പത്രോസിന് ഈ അധികാരം കൈമാറിയത് ആ ഗലീല തടാകത്തിൽ വലവീശി പെരുത്ത മീൻകൂട്ടം കണ്ടപ്പോൾ ആ മീനിൻ്റെ പെടച്ചിൽ കണ്ട്, എടാ പത്രോസ്, നീ ഒരു കൊച്ചു മിടുക്കനാണല്ലോടാ, നീ കൊള്ളാമല്ലോടാ, നിനക്ക് കിടക്കട്ടെ താക്കോൽ എന്ന് പറഞ്ഞ് അവൻ്റെ പ്രവർത്തന വിജയം കണ്ട് കൊടുത്തത് അല്ല ഈ താക്കോൽ. ഇത് കൊടുത്തത് അവൻ പ്രാപിച്ച ചില ദർശനത്തിൻ്റെ, അവൻ ഏറ്റെടുത്ത ചില വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് അധികാരം അവന് സിദ്ധം വെച്ചതെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമുക്ക് ഉന്നതമായ ചില ദർശനങ്ങൾ ഉണ്ടായിരിക്കണം. ഉന്നതമായൊരു ദർശനം, കർത്താവിൻ്റെ വേലയെക്കുറിച്ച്, കർത്താവിൻ്റെ സഭയെക്കുറിച്ച് ദർശനം നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറയട്ടെ, ഞാൻ ആ ദർശനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ദർശനം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഒരു ദർശനത്തോടെ നാം ഒരു ദേശത്ത് വേല ചെയ്താൽ, ഞാൻ മനസ്സിലാക്കുന്നത് ആ ദർശനത്തോടെ നാം വേല ചെയ്താൽ ആ ദേശത്തെക്കുറിച്ചും അവിടുത്തെ ജനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം തരും. ആ ദേശം എങ്ങനെയാ, എല്ലായിടത്തും ഒരുപോലെയല്ല. രണ്ട്, അങ്ങനെ ഒരു ദർശനമുണ്ടെങ്കിൽ ആ ജനത്തോട് കൊടുക്കാൻ ഒരു മെസ്സേജ് നമുക്കുണ്ടായിരിക്കും. ബൈബിൾ സ്കൂളിൽ പഠിച്ചതോ ഏതെങ്കിലും പുസ്തകത്തെ കണ്ടുപഠിച്ചതോ ആയ മെസ്സേജ് അല്ല. നമ്മെ ആക്കിയ ജനത്തിനാപ്റ്റായ ഒരു മെസ്സേജ് പരിശുദ്ധാത്മാവ് തന്നിരിക്കും. ദർശനത്തോടെ നീ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ജനം ആരാണ്, ഈ ജനം എവിടെയാണ്, എന്താണ്, അതിനെക്കുറിച്ചൊരു ജ്ഞാനം മാത്രമല്ല, ആ ജനത്തിന് കൈമാറുവാൻ പ്രവർത്തനം, ഒരു സ്ഥലത്ത് പ്രവർത്തിച്ച് വിജയിച്ചവന്റെ മെസ്സേജ് അല്ല, ആ ദേശത്തിന് കൊടുക്കുവാൻ ദൈവത്തിൽ പ്രാപിക്കുന്ന ഒരു മെസ്സേജ്. മൂന്നാമത് വളരെ പ്രധാനമായി ഞാൻ കാണുന്ന മറ്റൊരു വിഷയമുണ്ട്. ദർശനം പ്രാപിച്ചാൽ നീ ഒരു ദേശത്ത് കാലുകുത്തിയ ആ ദേശത്ത് വെളിപ്പെടേണ്ട ആത്മീക ആരാധനയെ കുറിച്ച്, ഒരിക്കൽ കൂടെ പറയട്ടെ, ആത്മീക ആരാധനയെ കുറിച്ച് വ്യക്തമായൊരു ദർശനമുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ദർശനം പ്രാപിച്ച ഒരു ലീഡർ, ഒരു ദൈവ മനുഷ്യൻ ദേശത്ത് സഭ പണിയുവാൻ ആവശ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, അല്ല, പൊതുവെ നമ്മൾ പ്രാസംഗികരിൽ എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. രണ്ട് തരം ലീഡേഴ്സ് ഉണ്ട്. രണ്ട് തരം ലീഡേഴ്സ്. ഹലോ, രണ്ട് തരം ലീഡേഴ്സ്. അവരെങ്ങനെ തിരിക്കാം? ഒന്ന്, ഭാവിയെക്കുറിച്ച് ദർശനമുള്ളവർ. അതായത് അവർ പ്രവർത്തിക്കുന്ന ഇന്നത്തെ പ്രതിഫലത്തിനല്ല, ഇന്ന് കാണുന്നതിനല്ല, നാളെ ഈ സഭ എന്താകണം, ഭാവിയെക്കുറിച്ച് ദർശനമുള്ള ഒരു ലീഡർ. രണ്ടാമത്തെ കൂട്ടര് വർത്തമാനകാല ദർശനമുള്ളവർ. ഇന്നത്തേക്ക് വേണ്ടി, ഇപ്പോൾ ലഭിക്കുന്ന വിജയത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ. അല്പം വിശദീകരിച്ച് പറഞ്ഞാൽ ആദ്യത്തെ കൂട്ടർ അവർ ഭാവിയെ കണ്ട് പ്ലാൻ ചെയ്യും. അവരുടെ സഭ, ഇന്ന് സഭ 5 പേരോ 10 പേരോ എന്നുള്ളതല്ല, 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ സമൂഹം 5 വർഷം കഴിയുമ്പോൾ എന്താകണം, 10 വർഷം കഴിയുമ്പോൾ ഈ ഡിസ്ട്രിക്ട് എന്താകണം, ഞാൻ ശുശ്രൂഷ സഭ എന്താകണം, അത് ദൈവത്തിന് ആ ദർശനം പ്രാപിച്ചിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനം. ഒരു പക്ഷേ നമ്മൾ പലരും സ്വപ്നലോകത്താണോ എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് വരാം. എല്ലാവരും കൂടെ കണ്ടെന്ന് വരില്ല, പലരും പ്രോത്സാഹിപ്പിച്ചെന്ന് വരില്ല. എന്നാൽ അവർ ജീവിതത്തിൽ എന്തെല്ലാം ആക്ഷേപങ്ങളോ അപമാനങ്ങളോ സഹിക്കേണ്ടി വന്നാൽ പ്രാപിച്ചെടുത്തൊരു ദർശനം, നാളെ എന്തായി തീരണം, എൻ്റെ സഭ, എൻ്റെ സമൂഹം എന്തായി തീരണമെന്നുള്ള വ്യക്തമായൊരു ദർശനത്തിലായിരിക്കും അവരുടെ ഓരോ സ്റ്റെപ്പുകളും. മേ ബി അവർ ഒരു പക്ഷേ ജനകീയരാകണമെന്നില്ല, ജനമെല്ലാം അംഗീകരിച്ചെന്ന് വരണമെന്നില്ല.
അവർക്ക് ഭാവിയാണ് പ്രധാനം. മറ്റേ കൂട്ടർ നമുക്കറിയാം, ഇന്നത്തെ ആവശ്യങ്ങൾ പരിഹരിക്കുക, ജനത്തെ പ്രസാദിപ്പിക്കുക, ജനത്തിൻ്റെ അംഗീകാരം നേടുക, ജനത്തിൻ്റെ കയ്യടി നേടുക, ഇതൊക്കെയാണ് രണ്ടാമത്തെ കൂട്ടം. ഞാനത് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ വിശുദ്ധ തിരുവെഴുത്തുള്ള ഒരു ഉദാഹരണത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 32 അധ്യായം 1 വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 32 അധ്യായം 1 വാക്യം. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ്. ഇത്രയും മതി. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിച്ചെന്ന് കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി. 2 മനുഷ്യർ, 2 ദൈവ മനുഷ്യർ, 2 പേരും ലീഡേഴ്സ്, 2 പേരും ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, 2 പേരും ദൈവം നിയമിച്ചവർ. ഒരാൾ പർവ്വതത്തിൽ, ഒരാൾ താഴ്വാരത്തിൽ. ഞാനിങ്ങനെ പേര് കൊടുക്കട്ടെ. പർവ്വതത്തിൽ നിൽക്കുന്ന നേതാവ്, പർവ്വതത്തിൽ നിൽക്കുന്ന നേതാവ്, താഴ്വാരങ്ങളിൽ നിലകൊള്ളുന്ന നേതാവ്. പർവ്വതത്തിലെ നേതാവും താഴ്വരയിലെ നേതാവും. നോക്ക്, മോശ പർവ്വതത്തിലാണ്. അവന്റെ പ്രത്യേകത എന്താണ്? അവൻ ദൈവത്തോടുകൂടെ സമയം ചെലവഴിച്ചവൻ, അവൻ ദൈവശബ്ദം കേട്ടവൻ, അതനുസരിക്കാൻ സമർപ്പിക്കപ്പെട്ടവൻ. മോശയുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ അതാണ് പർവ്വതത്തിലെ നേതാവ്. എന്നാൽ താഴ്വരയിലെ നേതാവോ, അവനാരാണ്? അവൻ ജനത്തോടുകൂടെ സമയം ചെലവഴിച്ചവൻ, ജനത്തിന്റെ നടുവിൽ ജനത്തിന്റെ ഇഷ്ടം അറിയുന്നവൻ, ജനത്തിന്റെ ഇഷ്ടം നിവർത്തിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നവൻ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ആ സംഭവം ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, എനിക്കതിന് സമയമില്ല. പർവ്വതത്തിലെ നേതാവ് അവന് മനുഷ്യ ശബ്ദമല്ല, അവൻ ദൈവശബ്ദം കേട്ടവനാ, ദൈവശബ്ദം കേട്ടവനാ. താഴ്വര നേതാവ് അവന് മനുഷ്യ ശബ്ദമാണ്. പർവ്വതത്തിലെ നേതാവിന് ഒരേ ഒരാഗ്രഹം, ആരെല്ലാം പിണങ്ങിയാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും എനിക്കെന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. താഴ്വര നേതാവ് തൽക്കാലം എന്തെല്ലാം വിട്ടുവീഴ്ച ചെയ്താലും ജനത്തെ പിണക്കരുത്, ജനത്തെ പ്രസാദിപ്പിക്കണം. അതാണ് 2 തരം ലീഡേഴ്സ്, പർവ്വതങ്ങളിലെ നേതാവും താഴ്വാരത്തിലെ നേതാവും. ഞാൻ അതിങ്ങനെ പറയട്ടെ. പർവ്വതത്തിലെ നേതാവിൻ്റെ പ്രത്യേകത ഞാനിങ്ങനെ അത് എഴുതി വെച്ചിരിക്കുന്നത്, അവൻ്റെ കാതിൽ ദൈവശബ്ദം, കയ്യിൽ ദൈവപ്രമാണം, ഹൃദയത്തിൽ ദൈവം നൽകിയ പ്ലാൻ, കണ്ണിൽ വ്യക്തത, വഴി ഏത് വഴി എന്നതിനെ കുറിച്ചുള്ള വ്യക്തത. ഇത് 4 കാര്യമാണ് പർവ്വത നേതാവ്. അവൻ്റെ ആ കയ്യിലെ, അവൻ്റെ കാതിലേക്ക് നോക്ക്, അവൻ്റെ കാതിൽ മുഴങ്ങുന്നത് ദൈവശബ്ദമാണ്. അവൻ്റെ കാതിൽ ദൈവശബ്ദം. അവൻ്റെ കയ്യിൽ നോക്ക്, അവൻ്റെ കയ്യിൽ ദൈവപ്രമാണം. അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്ക്, വ്യക്തമായ പ്ലാൻ. സമാഗമന കൂടാരം എങ്ങനെയായിരിക്കണം, ആരാധന എങ്ങനെയായിരിക്കണം, ഹൃദയത്തിൽ വ്യക്തമായ പ്ലാൻ. ആരും പറഞ്ഞു കൊടുക്കണ്ട. മാത്രമല്ല, കണ്ണുകൾ നോക്കിയറിയാം മരുഭൂമിയിൽ പോകേണ്ട വഴി എന്താണ്, അവന് നിശ്ചയമുണ്ട്. ഇതാണ് പർവ്വതത്തിലെ നേതാവ്. താഴ്വാരത്തിലെ നേതാവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവന്റെ കാതിൽ ശബ്ദമുണ്ട്, ആ ശബ്ദം ജനത്തിന്റെ ശബ്ദമാണ്. അവന്റെ കാതിൽ മുഴുവൻ ജനത്തിന്റെ ശബ്ദം. എന്താണ് അവന്റെ പ്രമാണം? പ്രമാണം അവനുണ്ട്. ജനം എന്ത് പറയുന്നുവോ അതാണ് അവന്റെ പ്രമാണം. അവന് ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ജനത്തെ പ്രസാദിപ്പിക്കുക. നാം ഏത് കൂട്ടത്തിൽ പെടും? പർവ്വതത്തിലെ നേതാവ്, താഴ്വരയിലെ നേതാവ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആകാൻ കഴിയണം. ഞാൻ പറയട്ടെ, പർവ്വതത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്ക്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളിരിക്കുന്നേക്കാളും ഉയർന്ന സ്ഥലത്താണ്. അഹരോൻ താഴ്വരയിലും മോശ പർവ്വതത്തിലും. പർവ്വതത്തിൽ നിൽക്കുന്ന നേതാവിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റാരും കാണാത്തത് അവന് കാണാൻ പറ്റും. ശരിയല്ലേ? നമ്മൾ ഇവിടുത്തെ ഒരു വലിയ തെങ്ങിൻ്റെ മുകളിൽ കയറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ നിൽക്കുന്നവർ കാണാത്തത് പലതും അവർക്ക് കാണാൻ പറ്റും. എത്ര പേർക്ക് പിടികിട്ടി?
മറ്റ് പലരും കാണാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞതുപോലെ ഈ മുന്തിരിക്കുലയിൽ പലരും അത് കണ്ടില്ല. നാം ചെയ്യുന്ന പല പ്രവൃത്തിയിൽ പലർക്കും കാണാൻ പറ്റാത്തത്, ചില വ്യക്തികളിൽ, ചില സഹപ്രവർത്തകരിൽ, ചില പുരുഷനിൽ, ചില സ്ത്രീയിൽ മറ്റാരും കാണാത്തത്, ഒരു ദേശത്ത് മറ്റാരും കാണാത്തത്, മറ്റാർക്കും മനസ്സിലാകാത്തത് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നീ പർവ്വതത്തിൽ കയറണം, ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കണം. മറ്റാരും കാണാത്തത് കാണുന്ന ലീഡറാണ് പർവ്വതത്തിലെ നേതാവ്. തീർന്നില്ല, മറ്റാരും കാണുന്നതിനേക്കാളും ആദ്യം കാണും. അല്ലേ? മുകളിൽ കയറുമ്പോൾ താഴ്വാരങ്ങളിൽ നിൽക്കുന്നവർ കാണുന്നതിന് മുന്നമേ ആദ്യം പ്രാപിക്കുന്നവരായിരിക്കും. ദർശനം ആദ്യം അവൻ പ്രാപിക്കും. തീർന്നില്ല, അവന്റെ മറ്റൊരു പ്രത്യേകത, അവൻ മറ്റാരെക്കാളും വ്യക്തമായി കാണും. ഞാൻ പറഞ്ഞു വന്നത്, മറ്റാരും കാണാത്തത് കാണും, മറ്റാരെക്കാളും മുന്നമേ കാണും, മറ്റാരെക്കാളും വ്യക്തമായി കാണും. ഇന്ന് പകൽ എൻ്റെ പ്രിയരെ, ഞാൻ സ്നേഹിക്കുന്ന, എനിക്ക് പ്രിയരായ എൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാരെ, കുടുംബങ്ങളെ, സഹോദരന്മാരെ, നമ്മൾ താഴ്വാരങ്ങളിൽ സമയം ചെലവഴിക്കുവാനല്ല, ഉന്നതങ്ങളിലേക്ക് കയറി ചെല്ലുവാൻ. ആ ഉന്നതത്തിലെ നേതാവിനെ പോലെ ഒരുപക്ഷെ ലോകം നമ്മെ അംഗീകരിച്ചത് വരില്ല. മറ്റാരും കാണാത്തത് നമ്മൾ കണ്ടതുകൊണ്ട് അത് കാണാത്ത പലരും നമ്മെ കല്ലെറിഞ്ഞെന്ന് വരാം, നമ്മെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. പക്ഷേ നിന്റെ ദർശനം തന്നവൻ, വെളിപ്പാട് തന്നവൻ, അവൻ ജീവിക്കുന്നു. ആ ദർശനം ഫലവത്താകും. പർവ്വതത്തിലെ നേതാവ്, താഴ്വാരങ്ങളിലെ നേതാവ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞല്ലോ വേഗത്തിൽ, 10 മിനിറ്റല്ലേ ഉള്ളൂ, ഞാൻ വേഗത്തിൽ വായിച്ച വാക്യത്തിൽ മടങ്ങി വരാം. വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൗത്യം നിർവഹിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ദർശനമുണ്ടാകണം. അത് ചെറിയ എക്സാമ്പിൾ ഉള്ളതുള്ളൂ. അപ്പം ഇവിടെ ഒത്തിരി വിശദീകരിക്കാനുണ്ടെങ്കിലും അതിന് സമയം അനുവദിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ദർശനം, വെളിപ്പാടുണ്ടായിരിക്കണം. ഇവിടെ പത്രോസ് ഒരു ലീഡറാകുകയാണ്. ആ ലീഡറിനിതാ അവൻ താക്കോലെടുത്ത് തമ്പുരാൻ കൊടുക്കുകയാണ്. മോനെ പത്രോസ്, ഇനി എൻ്റെ ഇനി താക്കോല് വേണ്ട, ഇരിക്കട്ടെ നിൻ്റെ കയ്യിൽ എന്നും പറഞ്ഞ് താക്കോല് കൈമാറുക. ഞാൻ പറഞ്ഞ കൈമാറിയത് അവൻ്റെ പ്രവർത്തന വിജയം കണ്ടിട്ടോ, അവൻ്റെ സ്നേഹം കണ്ടിട്ടോ, അവൻ്റെ ശുഷ്കാന്തി കണ്ടിട്ടോ, അവൻ്റെ മിടുക്ക് കണ്ടിട്ടോ ഒന്നുമല്ല, പ്രാപിച്ച വെളിപ്പാടിലാണ്. ഒന്നാമത്തെ വെളിപ്പാട് ഞാൻ പറഞ്ഞല്ലോ, സഭ പണിയുവാൻ ദർശനം, ആത്മീയ ദർശനം പ്രാപിക്കൽ പ്രാരംഭം ദർശനം ധരിക്കണമെന്ന് അറിയാമോ? സ്തോത്രം. പത്രോസിന് നോക്ക്, പത്രോസിന് ആദ്യം കിട്ടിയത് താക്കോലല്ല, ആദ്യം കിട്ടിയത് സഭയുടെ ദർശനമല്ല, ആദ്യം കിട്ടിയത് ഞാൻ ആരാണെന്നല്ല, ആദ്യം കിട്ടിയ ദർശനം എൻ്റെ യേശുവാര്. ദൈവം ഉപയോഗിക്കുന്ന ഒരു ഭക്തനാകണമെങ്കിൽ പ്രാരംഭത്തിൽ വേണ്ടത് വ്യക്തിപരമായി യേശുവിനെ കുറിച്ച്, നമ്മുടെ അരുമനാഥനെ കുറിച്ച് ഒരുപക്ഷെ പ്രസംഗിക്കാൻ നമുക്കറിയാം, പഠിപ്പിക്കാൻ നമുക്കറിയാം. വ്യക്തിപരമായി പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നമ്മുടെ രക്ഷകനായ യേശുവിനെ കുറിച്ചുള്ള വ്യക്തിപരമായൊരു ദർശനം, വ്യക്തിപരമായൊരു കാഴ്ചപ്പാട്. യേശു അപ്പാ എന്ന് വിളിക്കുമ്പോൾ ഹൃദയത്തിൽ മനോമുഖരത്തിൽ കാണുന്ന, കൂടെ നടക്കുന്ന, കരം പിടിക്കുന്ന, മാറോട് ചേർക്കുന്ന, കണ്ണ് നനയുമ്പോൾ അടുത്ത് വന്ന് ആണിപ്പഴുതുള്ള കൈ കൊണ്ട് കണ്ണുനീര് തുടച്ചു മാറ്റുന്ന, ക്ഷീണിച്ച് കമന്ന് കിടക്കുമ്പോൾ പുറത്ത് തട്ടി മോനെ നീ ഭാരപ്പെടേണ്ട എന്ന് പറയുന്ന, മാറിപ്പോകാത്ത എൻ്റെ യേശുവിൻ്റെ ആ യഥാർത്ഥ വ്യക്തിത്വത്തെ കുറിച്ചുള്ള ആഴമേറിയ ദർശനം ഏതു ലീഡറിനും ഉണ്ടാകണം. അവന്റെ ഏത് പ്രവർത്തനത്തെ അടിസ്ഥാനം ഈ ദർശനത്തിലാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം. ഞാൻ അവിടെ നിൽക്കില്ല എൻ്റെ പ്രിയ ദൈവമക്കളെ. ഞാൻ വളരെ താഴ്മയോടെ, ഞാൻ നിങ്ങളോട് വളരെ താഴ്മയോടെ പറയുന്നു, ഈ ദർശനമില്ലാതെ നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് പോകുകയില്ല. നമുക്ക് പ്രാപിക്കേണ്ടത് എൻ്റെ യേശു ആരാണ്,
വേദശാസ്ത്രമല്ല. അവൻ യഹൂദാവുന്ന സിംഹമാണെന്നോ, അവൻ ദാവീദിന്റെ വേരാണെന്നോ, മുന്തിരിവള്ളിയാണെന്നോ, കന്യകാസുതനാണെന്നോ, ക്രൂശിൽ മരിച്ചവനാണെന്നോ, ഇതൊക്കെ വേദശാസ്ത്രം പറയാം, ശരിയാണ്. അതിലപ്പുറമായി വ്യക്തിപരമായ ക്രിസ്തുവാര്. ഈ ദർശനം പത്രോസിനെ മറ്റൊരു ദർശനത്തിലേക്ക് നടത്തുകയാണ്. ക്രിസ്തു ആരാണ് ദർശനം കിട്ടിയപ്പോൾ അടുത്തൊരു ദർശനം, അത് വളരെ പ്രധാനപ്പെട്ടതാ. അത് പുത്രൻ തമ്പുരാൻ കൊടുത്ത ദർശനമാണ്. നീ ആര്? നീ ആര്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പറയുവാനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജനരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്തെ വെളിപ്പെടുത്തത് എന്ന് പറഞ്ഞ ശേഷം അടുത്ത വാക്യം, നീ പത്രോസ് ആകുന്നു. നീ ആരാണ്? ആദ്യം സ്വന്തം സഹോദരൻ ഈ പത്രോസിനെയും പിടിച്ച് യേശുവിനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഒരു ഹിൻഡ് കൊടുത്തതാണ്. പക്ഷെ അവനത്ര മനസ്സിലായില്ല. എന്നാൽ പ്രിയരെ, കർത്താവിൻ്റെ വേലയിൽ വിജയിക്കണമെങ്കിൽ ഒന്നാമത് ഞാൻ ആരാണ് എന്ന ഒരു അഹം കാഴ്ച, ഞാൻ ആരാണ്, എൻ്റെ ദൗത്യം എന്താണ്, ഈ രണ്ട് ദർശനം, ഇതാണ് എനിക്ക് കൂടുതൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ മുഖവര വിവരണം തന്നെ കൂടിപ്പോയതുകൊണ്ട് എത്രത്തോളം എനിക്ക് പറയാൻ പറ്റുക അറിയില്ല. നാം ആരാണ്? ആരാ? സ്തോത്രം, ഹല്ലേലൂയ. ഒരു പക്ഷേ ഞാൻ അവരും ഇവരുമായിട്ടൊക്കെ തുലനം ചെയ്യുമ്പോൾ പാസ്റ്ററിനോ, എനിക്ക് അവരെ പോലെ വാക്ചാതുര്യമില്ല, എനിക്ക് അവരെ പോലെ കഴിവില്ല, എനിക്ക് പണമില്ല, എനിക്ക് സ്വാധീനമില്ല. ആമേൻ. പലതിലും നാം പിന്നിലായിരിക്കാം. പക്ഷേ യേശുവിൽ നിന്ന് പ്രാപിച്ച, അല്ലെങ്കിൽ പരിശുദ്ധാത്മാൽ പ്രാപിച്ച ഞാൻ ആരാണ്? പത്രോസ് കൂടെ പറയുന്നു, നീ പത്രോസ് ആകുന്നു. അതിന് വ്യാഖ്യാനം നിങ്ങൾക്കറിയാമായിരിക്കാം. പത്രോസ് പാറക്കഷ്ണം. ഈ പാറമേൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ യേശു പറയുകയാണ്, പത്രോസ്, ഞാൻ ആരാ? ഞാൻ പാറയാ, നീ ആരാ? പാറക്കഷ്ണമാ. അതാ വെളിപ്പാട്, ഒന്നാമത്തെ വെളിപ്പാട്. യേശു പറയുന്ന, യേശു ഒന്നാമത്തെ വെളിപ്പാട്, യേശു പാറയാണെങ്കിൽ ഞാൻ പാറക്കഷ്ണമാ എന്ന് പറഞ്ഞാൽ പാറയിലുള്ള സകല എസൻസ്, പാറയുടെ സകല ഗുണവും ഏതിലുണ്ടായുണ്ട്? പാറക്കഷ്ണം. വലിപ്പം കുറവെന്നേ ഉള്ളൂ. ക്രിസ്തുവിനുള്ളത് അവൻ്റെ ശക്തി, അവൻ്റെ അധികാരം, അവൻ്റെ ക്വാളിറ്റി, എല്ലാം 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 ഞാൻ ക്രിസ്തുവിൻ്റെ ഭാഗമാണ്. ഞാൻ ക്രിസ്തുവിൽ നിന്നുള്ളതാണ്, ക്രിസ്തുവിൻ്റേതാണ്. ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഏത് പാറക്കഷ്ണവും ഒരു വലിയ പാറയിൽ നിന്ന് പുറപ്പെട്ടു വന്നതാ, ഒരു പാറയുടെ ഭാഗമാണ് ആയതുപോലെ ഞാൻ ക്രിസ്തു എന്ന പാറയുടെ ഭാഗമാണ്. ആ പാറയിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതിൻ്റെ എല്ലാം എന്നിലുമുണ്ട് എന്നുള്ള ഒരു അഹംബോധം, ഉൾബോധം നമുക്കുണ്ടായിരിക്കണം. ഒന്നാമത്തെ ദർശനം, ഞാൻ ആര്? ഞാൻ ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ടവൻ. തീർന്നില്ല. ഞാൻ ചില വാക്കുകൾ ഓടിച്ച് പറയാം. വായിക്കണ്ട. യെശയ്യാവ് 43:10 നീ ആരാണ്? ദൈവം പറയും, നിങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. യോഹന്നാൻ 20:21 നിങ്ങൾ ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവർ. അപ്പോസ്തലപ്രവൃത്തി 20:28 നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നാം നിയമിക്കപ്പെട്ടവർ. നോക്ക്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട്, ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ആമേൻ. ആമേൻ പറയാമോ? ആമേൻ. ഞാൻ ആര്? പിതാവായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. പിതാവായ ദൈവത്താൽ. എന്നെ ഒരു ഗുരുവല്ല, ദൈവമാണ് തെരഞ്ഞെടുത്തത്. എന്നെ അയച്ചതാര്? പുത്രനാം ദൈവത്താൽ അയക്കപ്പെട്ടവൻ. എന്റെ നിയമന ഉത്തരവ് പരിശുദ്ധാത്മാവിനാൽ നിയമിക്കപ്പെട്ടവൻ, അവനാണ് ഞാൻ. ഞാൻ ആര്? വീണ്ടും നോക്കാം, അവനാരാണ്? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 15:15 കർത്താവ് പറയുന്നു, ഇനി നിങ്ങൾ പിതാവിന് കേട്ടാൽ ഞാൻ ഒന്നും മറച്ചിട്ടെല്ലാം തുറന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി ദാസന്മാരല്ല, എൻ്റെ സ്നേഹിതന്മാരത്രേ. ഞാൻ ആരാ? ഞാൻ ആരാ? യേശുവിൻ്റെ സ്നേഹിതനാണ്. ഞാൻ ആരാണ്? 1 തിമോഥെയോസ് 1:12
പൗലോസ് വലിയൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന കർത്താവ് എന്നെ വിശ്വസ്തരെന്ന് എണ്ണി. ഞാൻ ആരാ? എന്റെ ശക്തി എന്താ? എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന കർത്താവ് എന്നെ പറയാമോ? ലോകം എന്തും പറയട്ടെ, പറയാമോ? യേശു എന്നെ എണ്ണിയത് എങ്ങനെയാ? ഒന്ന് പറ. വിശ്വസ്തനെന്നെ ഈ ശുശ്രൂഷ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ഉത്ബോധം നമുക്കുണ്ടാകണം. യേശു എന്നെ നിയമിച്ച് എന്നെ വിശ്വസ്തനെന്നെ ഈ ശുശ്രൂഷ പരമേൽപ്പിച്ചിരിക്കുകയാണ്. തീർന്നില്ല. എഫേസ്യ ലേഖനം 3:7 ഞാൻ ആരാണ്? കൃപാദാനത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. 1 കൊരിന്ത്യർ 4:1 ഞാൻ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകനാണ്. 2 കൊരിന്ത്യർ 5:18 ഞാൻ ദൈവത്തിന്റെ സ്ഥാനാപതിയാണ്. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ പ്രധാനം ദൈവത്തിന്റെ സഭയാണ്. എൻ്റെ സമയം തീരുവാൻ 1.5 മിനിറ്റ്. ദൈവത്തിന് പ്രധാനം ദൈവത്തിൻ്റെ സഭയാണ്. ഈ സഭ പണിയപ്പെടണം. അതിന് ദൈവം നോക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് പ്രിയരായ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മെയാണ് സ്വർഗം നോക്കുന്നത്. നമ്മെ അവൻ സ്നേഹിച്ച് വിശ്വസ്തനെണ്ണി ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായി, കൃപാദാനങ്ങളുടെ വിചാരകന്മാരായി നിയമിച്ച് അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് അവൻ പുത്രൻ തമ്പുരാനാൽ അവൻ നിയമിക്കപ്പെട്ട് അയക്കപ്പെട്ട് പരിശുദ്ധാത്മാവൻ നിയമിക്കപ്പെട്ട് അവൻ ഞാനായിരിക്കുമ്പോൾ എന്നിലൂടെ വെളിപ്പെടേണ്ട ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. 2026 അവൻ ഞാൻ ശേഷിച്ചിരിക്കുന്നത്, ഞാൻ ഇവിടെ ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം മറ്റാരും കാണാത്തത്, മറ്റാരും പ്രതീക്ഷിക്കാത്തത് എന്നിൽ കണ്ടുകൊണ്ട് എന്നിൽ നിന്ന് സ്വർഗം പ്രതീക്ഷിക്കുന്നു. ആദ്യവാക്യം ഈ മുന്തിരിക്കൊലയിൽ ആരും കാണാത്തത്, ആരും പ്രതീക്ഷിക്കാത്തത് ഒരുവൻ പ്രതീക്ഷിക്കുന്നു. ഇതിലൊരു പുതുവീഞ്ഞുണ്ട്, ഇതിലൊരു അനുഗ്രഹമുണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റും? ആരും കാണാത്തത് ദൈവം എന്നിൽ കണ്ടു, ആരും പ്രതീക്ഷിക്കാത്തത് ദൈവം എന്നിൽ പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്താതെ യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കുമോ? അവ ഹൃദയം ഏകാഗ്രമാക്കുമോ? കർത്താവേ, അവ താഴ്വാരങ്ങളിൽ അവ ജനത്തെ പ്രസാദിപ്പിച്ച് മനുഷ്യ ശബ്ദത്തിനൊത്ത് മനുഷ്യ പ്രസാദത്തിന് വേണ്ടി വിരഞ്ഞോടുന്ന ശുശ്രൂഷക വൃന്ദങ്ങളുടെ നടുവിൽ ജനത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവ ശബ്ദം കാതിൽ മുഴങ്ങുന്ന, ദൈവദർശനം പ്രാപിച്ച പർവ്വതങ്ങളിൽ നിലകൊള്ളുന്ന ഒരാത്മീക നേതാവായി, ഒരു ശുശ്രൂഷകനായി, ശുശ്രൂഷക്കാരത്തിയായി നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേരുണ്ട്? ഒരു നിമിഷം കരമൊന്ന് ഉയർത്തുമോ? എനിക്കങ്ങനെയാകാൻ താല്പര്യമുണ്ട്. എൻ്റെ കർത്താവേ, ഞാനിതാ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവേ, അവിടെ തന്ന വചനം ഞാൻ കൈമാറി അങ്ങ് പ്രിയരായ ഈ അങ്ങയുടെ ദാസന്മാർ ആഗ്രഹത്തോടെ കരമുയർത്തിയിരിക്കയാ. ആ കരങ്ങളുടെ മേൽ അങ്ങൊന്ന് പിടിക്കണമേ, അങ്ങൊന്ന് സ്പർശിക്കണമേ. ആളുമാറിയവരെ പോലെ ആത്മാവിന്റെ ഒരു നിയോഗം, അഭിഷേകം ഈ ജനത്തിന് മേൽ പകരണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ.